എറണാകുളത്തെ CPI നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണം. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ സെക്രട്ടറിയുടെ മകനുമായ ഡിവിൻ കെ ദിനകരനെതിരെ ബിനോയ് വിശ്വത്തിന് പരാതി. കട്ടപ്പനയിലെ കർഷകരിൽ നിന്ന് പണം തട്ടിയെടുത്തു, വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടിയെന്നും ആരോപണം. പാലക്കാട്, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അനധികൃത ഭൂമി ഇടപാടുകൾ എന്നും പരാതി. AYF മുൻ ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ പാർട്ടി അംഗവുമായ ബിജോയാണ് ഡിവിനെതിരെ പരാതി നൽകിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ CPIയിൽ ഈ ഒരു ഗ്രൂപ്പ് പോര് മൂർച്ഛിക്കുകയാണ്. തീർച്ചയായിട്ടും സുരേഷ്, എറണാകുളം ജില്ലയിൽ CPIയുടെ വിഭാഗീയതയുടെ ഒരു ഇറ്റില്ലമായിട്ടുള്ള ഒരു ജില്ലയാണ്. കടുത്ത വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ജില്ല. അവിടെയാണ് ഇപ്പോൾ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, എന്തായാലും ഒരു വലിയ പരാതി, അത് ചെറിയ പരാതിയല്ല, വലിയ പരാതിയാണ്. ജില്ലാ സെക്രട്ടറിയുടെ മകനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള ഡിവിൻ കെ ദിനകരനെതിരെ ബിനോയ് വിശ്വത്തിന് തന്നെ, സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. അതും CPIയുടെ പ്രവർത്തകനും AYFന്റെ മണ്ഡലം പ്രസിഡന്റും എല്ലാം ആയിരുന്ന, മണ്ഡലം സെക്രട്ടറിയും എല്ലാം ആയിരുന്ന ബിജോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടി എന്നുള്ളതാണ്. കട്ടപ്പനയിലെ കർഷകരിൽ നിന്നും പണം തട്ടിയെടുത്തു എന്ന് പറയുന്നു. ഏലത്തോട്ടങ്ങൾ വനവകുപ്പുമായി ചേർന്നുകൊണ്ട് കർഷകർക്ക് പതിച്ചു കൊടുക്കുന്നത്, അതായത് ചില മുതലാളിമാർക്ക് പതിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി പണം തട്ടി എന്നുള്ളതാണ് ഒരു പരാതി ഉള്ളത്. മറ്റൊന്ന്, ഹൈക്കോടതി AAGയുമായി ചേർന്ന് CPI അഭിഭാഷകനെതിരെയും ഒരു പരാതി വന്നിട്ടുണ്ട്. അത് ഇവർ AAGയുമായി ചേർന്നുകൊണ്ട് ചില ഭൂമികളെല്ലാം തരം മാറ്റിക്കൊടുത്തു, വലിയ രീതിയിൽ തരം മാറ്റിക്കൊടുത്തു, അങ്ങനെ സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കിയെന്ന് പറയുന്നു. കൂടാതെ മറ്റൊരു പരാതി എന്ന് പറയുന്നത്, തിരുമാറാടി പഞ്ചായത്തിലെ ചെങ്കൽമട തുടങ്ങുന്നതിന് കമ്മീഷൻ ചോദിച്ചു. 25 ലക്ഷം രൂപ കമ്മീഷനും ഒപ്പം തന്നെ 25% ഷെയറുമാണ് ചോദിച്ചത്. അത് CPIഎമ്മിന്റെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന CN മോഹനൻ ഇടപെട്ട് അത് തകർക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആർക്കും പണം കൈക്കൂലിയായി കൊടുക്കേണ്ടതില്ല. അങ്ങനെ CPM ജില്ലാ സെക്രട്ടറിയുടെ അന്നത്തെ ഇടപെടൽ കാരണമാണ് വലിയൊരു അഴിമതി പൊളിഞ്ഞുപോയത് എന്നുള്ളതും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മോഹനൻ കൃത്യമായി അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാലക്കാട്, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരുന്ന അനധികൃത ഭൂമി ഇടപാടുകൾ ദിനകരന്റെ മകൻ ഡിവിൻ കെ ദിനകരൻ നടത്തിയെന്നുള്ളതുമുണ്ട്. നിരവധി റവന്യൂ ഉദ്യോഗസ്ഥരും തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നതായി ഈ പരാതിയിൽ പറയുന്നു. പരാതി സംസ്ഥാന വകുപ്പ്, അതായത് വിജിലൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ ഏറ്റെടുത്ത് പരിശോധിക്കണമെന്നും, കൂടാതെ ഈ പരാതി പാർട്ടി വ്യാപകമായി അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട്. പറവൂരിൽ തന്നെ ഒരു ഭൂമി നികത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവിൻ കെ ദിനകരൻ പണം വാങ്ങിയതായി പറയുന്നു. കൂടാതെ ഒരു വിവാദ എസ്റ്റേറ്റിന്റെ ഉടമയായിട്ടുള്ള റാണിയിൽ നിന്നും 20 ലക്ഷം രൂപ വാങ്ങിയതായും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പണമെല്ലാം കൈപ്പറ്റിയത് ഡിവിൻ ആവശ്യപ്പെട്ടത് പ്രകാരം താനാണെന്നും ബിജോയ് വ്യക്തമാക്കുന്നുണ്ട്. ശരി സഹിൻ, എന്തായാലും AYFന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ബിജോയ് ആണ് ഈ പരാതി ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്.